ലോകപ്രശസ്ത സംവിധായകൻ ജെയിംസ് കാമറൂണിൻ്റെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായ ടൈറ്റാനിക് ഇറങ്ങിയിട്ട് ഇന്നേക്ക് 25 വർഷം തികയുന്നു. ടൈറ്റാനിക് കപ്പൽ ദുരന്തം എന്ന റിയൽ ഇൻസിഡന്റ് ആസ്പദമാക്കി ഇറങ്ങിയ ചിത്രമായിരുന്നു ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക്. ലിയനാർഡോ ഡിക്കാപ്രിയോ, കേറ്റ് വിൻസ്ലെറ്റ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ജാക്കിനെയും റോസിനെയും അവതരിപ്പിച്ചത്. 1997 ഡിസംബർ 19 ചിത്രം റിലീസ് ചെയ്തത്. ഇന്ത്യയിലാകട്ടെ മാർച്ച് 13, 1998 ചിത്രം റിലീസ് ചെയ്തു. അന്നത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്ന സ്റ്റീഫൻ സ്പീൽബർഗിൻ്റെ ജുറാസിക് പാർക്കിൻ്റെ റെക്കോർഡ് ബീറ്റ് ചെയ്തു. 1 ബില്യൺ വേൾഡ് വൈഡ് കളക്ഷൻ നേടുന്ന ആദ്യ ചിത്രം എന്ന ബഹുമതിയും ടൈറ്റാനിക്കിന് സ്വന്തം. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം ആർക്കും തൊടാനാകാതെ നിന്ന ടൈറ്റാനിക്കിൻ്റെ കളക്ഷൻ റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ചിത്രമായ അവതാർ 2009 ബീറ്റ് ചെയ്തു. ിലേക്ക് പുറപ്പെട്ടത് ആർക്കും തകർക്കാൻ കഴിയാത്ത കപ്പൽ എന്ന് അഹങ്കരിച്ചിരുന്ന ക്യാപ്റ്റൻ്റെ അമിത ആത്മവിശ്വാസത്തെയും പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് പുറപ്പെട്ട് ഏതാണ്ട് 4 മണിക്കൂർക്ക് ശേഷം ഒരു കൂറ്റൻ മഞ്ഞുകട്ടയിൽ ഇടിച്ച് കപ്പൽ തകർന്നു. പിറ്റേന്ന് ടൈറ്റാനിക് എന്ന അത്യാഡംബര കപ്പൽ അപകടത്തിൽപ്പെട്ട് 1500ഓളം ആളുകൾക്ക് ജീവഹാനി ഉണ്ടായി എന്ന ദുരന്ത വാർത്ത കേട്ടാണ് ലോകമുണർന്നത്. ഈ യഥാർത്ഥ സംഭവം തന്നെയാണ് ജെയിംസ് കാമറൂൺ ദുരന്തം നടന്ന് വർഷങ്ങൾക്കിപ്പുറം സിനിമയാക്കിയത്. ചിത്രത്തിന് ബെസ്റ്റ് മ്യൂസിക്, ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് വിഷ്വൽ അടക്കം 11 അക്കാദമി അവാർഡുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഗ്രാമി, ഗോൾഡൻ ഗ്ലോബ് അടക്കം നിരവധി അവാർഡുകൾ വേറെയും ലഭിക്കുകയുണ്ടായി. 2012 ടൈറ്റാനിക് ദുരന്തം നടന്ന് 100 വർഷമായപ്പോൾ ചിത്രം 3Dയിൽ റിലീസ് ചെയ്തു. ഇപ്പോഴിതാ ടൈറ്റാനിക് മൂവിയുമുണ്ട്. ഈ മാസം 10 ചിത്രം വീണ്ടും തിയേറ്ററിലെത്തുക. ഇത്തവണ 4Kയിൽ 3Dയിൽ ചിത്രം ആസ്വദിക്കാം.